എതിരാളിക്ക് കരുത്തു കൂടുമ്പോൾ സ്ഥിരം മസാല കഥ ഇറക്കി തളർത്താൻ നോക്കുന്ന CPIഎമ്മിന്റെ തരം താഴ്ന്ന രാഷ്ട്രീയ കളി തന്നെയാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് രാജഭരണകാലം തൊട്ടേ ശക്തനായ രാജാവിനെ തളയ്ക്കാൻ ശത്രു രാജ്യത്തുള്ളവർ പെൺവിഷയം എടുത്തിട്ട് അലക്കുന്നത് പോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൊടുമ്പിരി കൊള്ളു നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മസാല കഥ ഇറക്കി പോരാളികൾ പണി തുടങ്ങി. ആദ്യം ഒന്ന് പൊട്ടിച്ചു, ശമിച്ചുവെന്നും മാങ്കൂട്ടം കരുത്തനായി തിരിച്ചു വരുന്നുവെന്നും അയാൾ കാരണം പാലക്കാട് BJP CPM ഡീല് തകരുമെന്നുമായപ്പോൾ അടുത്ത നാടകവുമായി വന്നു. ഇത്തവണ കഥ ആകെ സീരിയസ് മൂഡിലേക്ക് എത്തി. പെൺകുട്ടി പരാതിയുമായിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. സ്വന്തം മക്കളെയും മകനെയും കാക്കുന്നതിനിടയിൽ താനിരിക്കുന്ന കസേര സ്വർണ്ണക്കൊള്ള കൊണ്ടുപോകുമോ എന്ന ടെൻഷനിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇത് ലോട്ടറിയാണ്. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞു വീശാനൊരു തുറുപ്പുചീട്ട. മുഖ്യൻ പരാതി സ്വീകരിച്ച കേസെടുത്തു. പക്ഷേ CPIഎമ്മിന്റെ ഈ നാടകം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് കൂടി ചേർക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സർക്കാരിന് അഭിമുഖീകരിക്കാൻ കഴിയാത്ത തരത്തിൽ വികസിച്ചതോടെ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സഹായത്തോടെ സർക്കാർ ഉണ്ടാക്കിയ മസാല നാടകമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസെന്ന് അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം തുറന്നടിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് സത്യമെന്ന് നമ്മൾ അടിവരയിട്ട് പോകും. ആ മാധ്യമ സ്ഥാപനം ഇനി ഏതാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. PM ശ്രീയും സ്വർണ്ണക്കൊള്ളയും വിട്ട് എല്ലാവരുടെയും ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം കലക്കൽ കഥകളിലേക്കായി മാറി. മാധ്യമങ്ങൾ മാങ്കൂട്ടം ഒളിവിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു, വിലങ്ങെത്തുന്നു എന്നുള്ള ബിഗ് ബ്രേക്കുകൾ കൊടുക്കാനുള്ള തിരക്കിലായി. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഷളായി നിൽക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ ഏതെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സഹായത്തോടെ നടത്തുന്ന നാടകമായിട്ട് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇതാണ് രാഹുൽ തന്നോട് പറഞ്ഞത് എന്നാണ് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം തുറന്നടിച്ചത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കി എവിടേക്കോ വെച്ച് റെക്കോർഡ് ചെയ്ത സാധനം തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തു വന്ന ചാറ്റുകളും സംഭാഷണവും രാഹുലിൻ്റെതാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നും ആരെങ്കിലും ഇത് ക്രോസ് വെരിഫൈ ചെയ്തോ എന്നും രാജ്യത്ത് എത്രയോ ബലാത്സംഗവും ഗർഭചിത്രവും നടക്കുന്നുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ടാണോ പരാതി സ്വീകരിക്കുന്നത് എന്നും ആ സംഭവങ്ങളിൽ എല്ലാം അസ്വാഭാവികതയുണ്ടെന്നും വക്കീല് തുറന്നടിക്കുകയാണ്. നമുക്ക് വക്കീലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. പക്ഷേ എന്താ പരാതി എന്ത് അല്ല, പരാതിയെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാവുന്ന 2 ആളുകളെ എൻ്റെ അറിവുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രി, 2 ചാനൽ ഉടമ, 2 പേർക്ക് അറിയാവുള്ളൂ. പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. എന്താണ് പരാതി, ആരുടെയാണ് പരാതി, ആളുടെ പേര് പറയണ്ട, പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പണി കൊടുത്തത്? അതറിയണ്ടേ. അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇപ്പോൾ മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴിങ്ങനെ കഴിഞ്ഞ് പരസ്യമായിട്ട് വന്നത്, രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരുടെ ഓഫീസിൽ ആയിരിക്കും. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും, അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന, അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഓൾ ത്രൂ അതല്ലേ
ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില ബിറ്റ് ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ, നിങ്ങളൊക്കെ ഇതുമായി ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരുടെയിലൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്. പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ ഒരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ ഈ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. ഉണ്ട്. അതെ. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ട് 3 മാസമായി, എങ്ങും എത്തിയില്ലല്ലോ. എനിക്ക് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്.